അങ്ങനെ രാവിലെ അടുക്കളയത്തെ തിരക്കിട്ട പണികളൊക്കെ കഴിഞ്ഞ് ഫുഡും കാര്യങ്ങളൊക്കെ ആക്കി ഗിരിയേട്ടനെ പറഞ്ഞയച്ചിട്ടുണ്ട്. ഇനി വേണം എനിക്ക് പ്രധാനപ്പെട്ട ഒരു പണിയിലേക്ക് തിരിയാനായിട്ട്. പണി എന്ന് പറയുമ്പോൾ ക്ലീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. സാധാരണ എല്ലാ വീക്കെൻഡിലും ശനി ദിവസത്തിൽ ചെയ്യുന്ന കാര്യം തന്നെയാണ് ക്ലീനിങ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർക്കിടക മാസം വരികയാണ്. അപ്പോൾ കർക്കിടക സംക്രാന്തിക്ക് മുന്നേ ആയിട്ട് നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്തിടാറുണ്ടല്ലോ വീടും, പിന്നെ അതുപോലെ വാതിൽ കട്ടിൽ കാര്യങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കി ഒക്കെ നമ്മൾ വൃത്തിയാക്കി ഇടാറുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത ഒരാഴ്ചയും കൂടെ കർക്കിടകത്തിന് മുമ്പായിട്ടുണ്ട്. പക്ഷേ അടുത്ത ആഴ്ച ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നുണ്ടാവും, കല്യാണമുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ശനി ഞായറും ആണ് ഇപ്പോൾ ഇത് ചെയ്യാൻ പറ്റിയിട്ടുള്ള കറക്റ്റായിട്ടുള്ള ടൈം. ശനിയാഴ്ച എന്നെക്കൊണ്ട് പറ്റുന്ന ഭാഗങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞായറാഴ്ച ഗിരിയേട്ടനും ലീവാണ്. അപ്പോൾ കുറച്ച് ഉയരമുള്ള ഭാഗങ്ങളൊക്കെ മൂപ്പരൊന്ന് കൂടി തന്നാൽ ഒക്കെ ഈ 2 ദിവസം കൊണ്ട് തന്നെ തീർക്കാം എന്നുള്ളതുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയിലെ ശനി ഞായറും ഫുള്ളായിട്ട് ഇതിനായിട്ട് ഞങ്ങൾ നിൽക്കുമായിരുന്നു ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ താഴെയുള്ള കുറച്ച് പോർഷൻസ്, അലമാര, പിന്നെ അതുപോലെ തന്നെ റാക്കും കാര്യങ്ങളൊക്കെ ഞാനൊന്നൊരു വൃത്തിയാക്കി വെക്കുകയാണ്. തുടയ്ക്കലും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ വാർഡ്രോബിൻ്റെ മുകളിലുള്ള ആ പോർഷനിലേക്ക് എനിക്കെത്തൂല, അതിന് കിരീട്ടം തന്നെ വേണം. അപ്പോൾ അതിനി നാളത്തേക്ക് ചെയ്യാമെന്ന് കരുതിയിട്ട് അതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ വല്ലാണ്ട് പൊടി ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ മാറാലയും അതുപോലെ തന്നെ പൊടിയൊക്കെ അതിൻ്റെ മുകളിലുണ്ട് എന്നുള്ളത് അതിൻ്റെ സാധനങ്ങൾ എടുത്തു വെക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ. അപ്പം ഇനി എന്തായാലും ആ ഒരു പോർഷൻ നാളത്തേക്ക് മാറ്റി വയ്ക്കുക. കുറച്ചുള്ള ഭാഗമൊക്കെ എന്നെക്കൊണ്ട് എത്തിപ്പെടാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ ശനിയാഴ്ച തന്നെ ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളതൊക്കെ പിന്നെ ഗിരേട്ടനും കൂടെ കൂടിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എല്ലാ വർഷത്തിലും നമ്മളിത് ചെയ്യുന്നതായതുകൊണ്ട് അമ്മയ്ക്ക് ഇതൊക്കെ ഭയങ്കര ശീലമാണ്. പിന്നെ അവരിങ്ങനെ ഡെയിലി ഓരോ ദിവസം ഓരോ പോർഷൻ, ചിലപ്പോൾ ഒരു റൂം ഒരു ദിവസം ചെയ്യും, പിന്നെ ഒരു ഭാഗത്തുള്ള ജനൽ ഒരു ദിവസം ചെയ്യും. അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ടൊക്കെ വീടിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അമ്മ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു റൂം മാത്രമാണുള്ളത്. അതിപ്പോൾ അമ്മ ചെയ്യാൻ നിന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് എന്തൊക്കെ ആവശ്യമില്ലാത്തത് എന്നുള്ളതൊന്നും അമ്മയ്ക്ക് അറിയണ്ടാവില്ല എന്ന് കരുതിയിട്ട് അമ്മ അതിന് നിന്നിട്ടില്ല. ഇനി നിങ്ങൾ തന്നെ വൃത്തിയാക്കിക്കൊണ്ട് കിട്ടോ എന്നൊക്കെ പറഞ്ഞ് വാതിലൊക്കെ അമ്മ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി ഉള്ളിലുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട്, കട്ടിലിൻ്റെ അടിയിലും സൈഡിലും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാനുണ്ട്. എല്ലാവരുടെ വീട്ടിലും സാധാരണയായിട്ട് ഇങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യാറുണ്ട് ഈ ഒരു സമയത്ത് എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളെ വീട്ടിലൊക്കെ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ അതുപോലെ ഞാനിങ്ങനെ ഉയർത്തൊക്കെ കയറി നിൽക്കണ കണ്ടു കഴിഞ്ഞാൽ അച്ഛന് ഭയങ്കര പേടിയാണ്. ഒറ്റയ്ക്ക് അങ്ങനെ കയറി നിൽക്കരുത്, കസേരയിലൊക്കെ കയറുമ്പോൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷൻ തന്നുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ അങ്ങാടിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴാണ് ഞാനിങ്ങനെ കയറി നിൽക്കണത് അച്ഛൻ കണ്ടത്. അപ്പോൾ അച്ഛനിങ്ങനെ പോവാനൊരു ടെൻഷൻ, പോയി കഴിഞ്ഞാൽ ഇവളെങ്ങാനും ഇനി അതിൻ്റെ പുറത്തുനിന്ന് നിലത്ത് വീണ് വല്ല വണ്ടിയും വല്ല വരുത്തി വെക്കുമോ എന്ന് കരുതിയിട്ട് കുറേ നേരമൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റിയൊക്കെ നിന്നു. പിന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞു ഇവിടെ മാത്രമേ ശരിയാക്കണുള്ളൂ, ബാക്കി പിന്നെ അടുത്ത ദിവസം കിരീട്ടം വന്നിട്ടും ചെയ്യാന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ പിന്നെ എന്നാൽ ശരി ശ്രദ്ധിച്ചോണ്ടോ മാസ്കൊക്കെ ഇട്ടോണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ പോവുക ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ കരുതാറുണ്ട് മാസ്ക് ഇടാന്നുള്ളത്. പക്ഷേ കുറച്ച് സമയത്ത് ക്ലീനിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ കുറേ സമയം എടുത്ത് ചെയ്യുന്ന കാര്യമായതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു ക്ലീനിങ് തന്നെ ഞാനൊരു 2-2.5 മണിക്കൂറോളം എടുത്തിട്ടുണ്ട് മൊത്തം ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പം അത്രയും സമയം മാസ്ക് ഇടുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ശ്വാസത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഭയങ്കര ചൂടെടുക്കുന്ന പോലെ തോന്നും. ഈ പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഫാൻ ഇടാനും പറ്റില്ല. പിന്നെ മഴ ഇങ്ങനെ മൂടി നിൽക്കുന്ന ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ തണുപ്പും കാര്യങ്ങളൊന്നുമില്ല. സാധാരണ ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊരു തണുപ്പൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്നിപ്പോൾ അങ്ങനത്തെ ഒരു കാലാവസ്ഥയൊന്നും അല്ലായിരുന്നു. അപ്പോൾ ഒരു ചെറിയ ചൂടും ഉണ്ട്. അപ്പോൾ മാസ്കും കൂടെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഈ പണി മുഴുവനായിട്ട് തീർക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഞാനതൊന്നും ചെയ്തില്ല കേട്ടോ. പിന്നെ വാർഡ്രോബിൻ്റെ മുകളിലുണ്ടായിരുന്ന ഓരോ ഐറ്റംസ് ഞാൻ എടുത്ത് തുടച്ചൊക്കെ വൃത്തിയാക്കി വെക്കുന്നുണ്ട്. അതിലൊന്നും വല്ലാണ്ട് പൊടി ഉണ്ടായിരുന്നില്ല. പിന്നെ ആ ഒരു പാവക്കുട്ടീൻ്റെ ആ ഒരു പോർഷനില്ലേ ആ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് മാറാല പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുമ്മൽ പെട്ടെന്ന് മാറാല പിടിക്കും. അപ്പം ഇനി അവിടെ വെക്കണ്ട എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ ഇനിയിപ്പോൾ ഗിരിയേട്ടനും കൂടെ വന്നെങ്കിൽ മാത്രമേ, മൂപ്പരോട് ചോദിച്ചാലേ അത് അവിടെ നിന്ന് മാറ്റാൻ പറ്റുള്ളൂ. കാരണം അത് വെച്ച ആൾ മൂപ്പരാണ്. അപ്പോൾ പിന്നെ ഇനി ചോദിക്കാണ്ട് അതെടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്തിനാ മാറ്റി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കും.
അപ്പോൾ എന്തായാലും വൃത്തിയാക്കി അവിടെ വെക്കാമെന്ന് കരുതുന്നുണ്ട്. പിന്നെ ചോദിച്ചിട്ട് മറ്റേ റൂമിലേക്ക് കൊണ്ടുവയ്ക്കാമെന്ന് കരുതണം. അതൊക്കെ എന്തായാലും ഒരു കവറിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പൊടി പിടിക്കില്ലല്ലോ. അപ്പം അങ്ങനെ വിചാരിക്കുന്നുണ്ട്. പിന്നെ ആ മരത്തിൻ്റെ പോലെയുള്ള സാധനം അക്വേറിയത്തിലുള്ളതാണ് കേട്ടോ. അക്വേറിയത്തിൽ ഓരോ തവണ ക്ലീൻ ചെയ്യുമ്പോഴും ഓരോ സാധനങ്ങൾ അതിൽ വെക്കും, അതിലുള്ള സാധനങ്ങൾ മാറ്റും. അതൊക്കെ ഒരു പ്രത്യേക തരം ഒരു പ്രവർത്തികളാണ് ഗിരിയേട്ടൻ്റെ. ഓരോ സാധനങ്ങൾ ഓൺലൈനായിട്ട് വരുത്തും, എന്നിട്ട് അതൊക്കെ അതിൽ ഫിറ്റ് ചെയ്യും. അപ്പോൾ അതിൽ ആദ്യം ഉണ്ടായിരുന്ന ഐറ്റംസൊക്കെ അതിൽ നിന്ന് മാറ്റും. അങ്ങനെയൊക്കെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടലാണ് ചില സമയങ്ങളിലൊക്കെ. എല്ലാ ഞായറാഴ്ചയും അക്വേറിയം ക്ലീൻ ചെയ്യുക എന്നുള്ളത് മൂപ്പരുടെ പണിയാണ് കേട്ടോ. നമ്മുടെ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞാൽ പറയും, എന്നാൽ പിന്നെ അക്വേറിയം ഒന്ന് ക്ലീൻ ചെയ്യാമല്ലേ എന്നും പറഞ്ഞിട്ട് പിന്നെ അവിടെ മൊത്തം വെള്ളമാക്കും. നമ്മൾ വീണ്ടും അടിക്കണം, തുടയ്ക്കണം, അങ്ങനെയൊക്കെയാണ്. ഒന്നാമത് ലീവുള്ള ദിവസമാകുമ്പോൾ ഇങ്ങനെ പുറകെ നടക്കണം. എപ്പോഴും ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കും. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ അടി കൂടും, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറയും. അങ്ങനെയാണ് ലീവുള്ള ദിവസങ്ങളിലൊക്കെ പോവുക. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എന്തായാലും ഞങ്ങളൊന്ന് ചായ കുടിക്കാനും പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എത്ര വലിയ കണക്കാണെങ്കിലും അതിലവിടെ തീർന്നിട്ടും ഉണ്ടാവും. അങ്ങനെ എന്തായാലും നല്ലൊരു കാലാവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇവിടുന്ന് റൂമിൽ നിന്ന് നല്ലൊരു വ്യൂ ആണ്, പാടത്തേക്കാണ് ആ ഒരു ജനൽ തുറക്കുന്നത് തന്നെ. അപ്പോൾ നല്ല ഒരു ക്ലൈമറ്റും ആണ്. അതുപോലെ തന്നെ കാണുമ്പോൾ തന്നെ നല്ലൊരു സുഖമാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇവിടുത്തെ കാര്യത്തിൽ അതാണ് കേട്ടോ. നല്ല പാടത്തിൻ്റെ ഒരു ഏരിയ ആണ് ഇവിടെ വരുന്നത്. പിന്നെ അതുപോലെ കാറ്റും, എന്നാൽ ചൂടുള്ള കാലത്താണെന്നുണ്ടെങ്കിൽ നല്ല ചൂടുമായിരിക്കും, അതും സഹിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമ്മൾ രാവിലെ എണീറ്റ് ഡോറൊക്കെ തുറക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു കാഴ്ചയാണ് കാണാനുണ്ടാവുക. നല്ല വാഴകളും പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ പച്ചക്കറികളോ അല്ലെങ്കിൽ എന്തെങ്കിലും പൂളയോ കാര്യങ്ങളൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു അന്തരീക്ഷമാണ് നമുക്ക് രാവിലെ തന്നെ കാണാൻ പറ്റുക. അതൊരു ഭയങ്കര ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. എൻ്റെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ റോഡാണ്. അപ്പോൾ ആ റോഡ് ഏത് സമയത്തും അതിലെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവായതുകൊണ്ട് ഭയങ്കര ബഹളമുള്ള ഒരു ഏരിയ ആണ് എൻ്റെ വീട് എന്ന് പറയുന്നത്. ഇവിടത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ശാന്തമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിലും എൻ്റെ അത്രയും ഒച്ചയും വിളിയൊന്നും ഉണ്ടാവില്ല. ഞാനാണ് ഇവിടെ ഏറ്റവും വലിയ സൗണ്ടിൽ സംസാരിക്കുന്ന ഒരാൾ തന്നെ ഞാനാണ്. ബാക്കിയുള്ളവരൊക്കെ പതുക്കെ സംസാരിക്കണ ഒരു ക്യാരക്ടറുള്ളവരാണ്. ഇപ്പോൾ ഗിരിയേട്ടനായാലും അച്ഛനായാലും അമ്മയായാലും ഒക്കെ പതുക്കെ സംസാരിക്കുള്ളൂ. ഞാനാണ് ഇവിടുന്ന് ഭയങ്കര, ഞാൻ ചെറിയൊരു കാര്യം പറയുകയാണെങ്കിൽ ഉറക്കെയാണ് പറയുക. അപ്പോൾ ആദ്യം എനിക്ക് ഇവരിങ്ങനെ പതുക്കെ പറയുമ്പോൾ എന്താ ഇവർ ഇത്ര പതുക്കെ പറയുന്നത് എന്നുള്ളൊരു തോന്നലായിരുന്നു കേട്ടോ. പിന്നെ അതങ്ങോട്ട് ശീലമായി. എനിക്കാണെങ്കിൽ സൗണ്ട് കുറയ്ക്കാനും പറ്റണില്ല. കാരണം കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എത്രയും കുട്ടികളോട് സൗണ്ടിൽ ക്ലാസ് എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യായതുകൊണ്ട് തന്നെ സൗണ്ട് കുറയ്ക്കുക എന്നുള്ളത് എന്നെക്കൊണ്ട് പറ്റുന്നൊരു കാര്യമേ അല്ല. പിന്നെ പൊതുവേ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവർക്കും ഭയങ്കര സൗണ്ടാണ്. അവിടെ ഓഫീസിലുള്ള ചേച്ചിമാർ വരെ പറയും, നിങ്ങൾ അവിടെ താഴെ ഇരുന്ന് വർത്താനം പറഞ്ഞാൽ തന്നെ മുകളിലേക്ക് എത്തും എന്നുള്ളത്. കുട്ടികളും തന്നെ എപ്പോഴും പറയുന്ന കാര്യം, നിങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ കേൾക്കാറുണ്ട് എന്നൊക്കെ പറയും. കാരണം അത്രയും സൗണ്ടിലാണ് ഞങ്ങളെല്ലാവരും സംസാരിക്കുക. അത് പൊതുവേ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ക്ലാസ്സുകളിലൊക്കെ ഭയങ്കര സ്ട്രെങ്ത് ഉണ്ട്. അതായത് ഒരു 40, 45, 50, 50ൻ്റെ മുകളിലൊക്കെ സ്ട്രെങ്ത് ഉള്ള ക്ലാസ്സുകളാണ് ഞങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനുള്ളത്. അപ്പോൾ ആ സമയത്ത് അത്രയും കുട്ടികളോട് നമ്മൾ സംസാരിച്ച് അവരുമായിട്ട് ഇടപഴകി അവരെ നമ്മൾ ബഹളം ഉണ്ടാക്കുന്ന സമയത്ത് മിണ്ടാണ്ടിരിക്കുക എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അത്രയും വോളിയത്തിൽ നമ്മൾ പറഞ്ഞെങ്കിലേ അവരനുസരിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഞങ്ങൾക്ക് അങ്ങനെയായിട്ട് ശീലമായി പോയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെത്തിക്കഴിഞ്ഞാലും ഗിരിയേട്ടൻ ചിലപ്പോൾ അങ്ങനെ ഓർമ്മിപ്പിക്കും, വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ, ഇനി സൗണ്ട് കുറച്ചോ അല്ലെങ്കിൽ കുട്ടികളോട് പറയുന്ന പോലെ പറയണ്ട, ഞങ്ങൾക്കൊക്കെ ചെവി കേൾക്കാമെന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. എന്തായാലും എത്ര ശ്രമിച്ചാലും എനിക്ക് മാറ്റാൻ പറ്റില്ല. ഞാനിങ്ങനെ പോകുന്നു, അവരവരുടേതായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ പോകുന്നു, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇന്ന് മൊത്തം അമ്മ മറ്റ് സൈഡിൽ വേറെ റൂമിൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ പതുക്കെ അമ്മയ്ക്ക് എല്ലാം കൂടെ ഒരുമിച്ചെടുക്കാനൊന്നും കഴിയില്ല. അപ്പം അമ്മ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ഓരോ ദിവസം വെച്ചിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഈ റൂം മൊത്തമായിട്ട് ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് മൊത്തം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത് കംപ്ലീറ്റ് ആക്കാണ്ട് നിർത്താൻ വയ്യല്ലോ. പിന്നെ അതുപോലെ കഴിഞ്ഞ ആഴ്ചയിലാണെങ്കിലും വീട്ടിൽ പോയതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു 2 ആഴ്ച വല്ലാണ്ട് അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പൊടി പിടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് താനും.
ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം കേട്ടോ, ഇങ്ങനെ നമ്മൾ വീക്കിലി ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഇങ്ങനെ പോവാന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. ഏതെങ്കിലും ഒരു വീക്കിൽ എന്തെങ്കിലും പ്രോഗ്രാം വന്നിട്ട് നമുക്ക് ആ ഒരു സമയത്ത് അതിൽ എന്താ ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അതൊന്നും ചെയ്ത് വെക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നും വീട്ടിൽ പോകണ്ടാന്ന് തോന്നും. കാരണം വീട്ടിൽ പോകുന്നത് കൊണ്ടാണല്ലോ ഇവിടുത്തെ കാര്യം മുടങ്ങുന്നത്. പക്ഷേ പോകാണ്ടിരിക്കാനും വയ്യ, എപ്പോഴെങ്കിലും ലീവ് കിട്ടുമ്പോഴല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എടുത്ത സാധനങ്ങളൊക്കെ എടുത്തോടെ തന്നെ വെക്കേണ്ടി വരും, അല്ലെങ്കിൽ അതെന്താ അങ്ങോട്ട് വെച്ചേ എന്നുള്ളതിനുള്ള മറുപടി ഞാൻ വൈകുന്നേരം വരുമ്പോൾ ഗിരിയേട്ടന് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ എടുത്ത സാധനങ്ങളൊക്കെ അതുപോലെ തന്നെ തിരിച്ചു വെക്കുക കേട്ടോ. ഈ ഈ കുഞ്ഞ് 2 ഫ്രെയിമുകൾ കണ്ടോ, അത് ഞങ്ങളുടെ പാസ് ഔട്ട് ആയ ബാച്ച് CA ബാച്ചും ഫിനാൻസ് ബാച്ചും ആണ്. ആ 2 ബാച്ചിലെ കുട്ടികൾ ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ ടീച്ചേഴ്സിനും അവർ ഈ സെയിം ഫോട്ടോ തന്നെ ഫ്രെയിം ചെയ്തിട്ട് അങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കരമായിട്ടുള്ളൊരു മെമ്മറി ആയിട്ട് ഞാൻ സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതെനിക്ക് എപ്പോഴും കാണാൻ വേണ്ടിയിട്ട് ഞാനത് അവിടെ തന്നെ അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഫ്രഷ് ആവണം ഒക്കെ ചെയ്യാനായിട്ട്. സമയം ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ഇത് തുടങ്ങിയ സ്ഥിതിക്ക് ഇപ്പോൾ പകുതി വെച്ച് നിർത്തി കഴിഞ്ഞാൽ രാത്രി ഈ റൂമിൽ കിടക്കാൻ പറ്റില്ല, അത്രയും പൊടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കി ഒക്കെ സെറ്റാക്കിയ ശേഷം മാത്രമേ എന്തായാലും കുളിയും കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. പിന്നെ മിക്കവാറും ലീവുള്ള ദിവസങ്ങളിൽ ശനിയാഴ്ചകളിൽ എൻ്റെ കുളി കുറച്ച് ലേറ്റായിട്ട് തന്നെ ആയിരിക്കും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ ക്ലീനിങ്ങും അതുവരെയുള്ള ഈ ഓർഗനൈസിങ്, അടുക്കി പെറുക്കി വെക്കലും അറേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അന്ന് കുറച്ച് ലേറ്റായിട്ട് പരിപാടികളൊക്കെ തീർത്ത് കഴിഞ്ഞാൽ ഞായറാഴ്ച എനിക്ക് സുഖമായിട്ട് ഇരിക്കാമല്ലോ എന്നുള്ള ഒരു തോന്നൽ കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞായറാഴ്ച എന്താ വെച്ചാൽ ഗിരിയേട്ടനും ഉണ്ടാവും. മൂപ്പര് എണീക്കുമ്പോൾ തന്നെ അത്യാവശ്യം സമയമാവും. ഒരു 9 മണി ആവാണ്ട് ഞായറാഴ്ച ഒന്നും എണീക്കൂല. അപ്പോൾ പിന്നെ ആ സമയത്ത് ഞാൻ ഇവിടെ ക്ലീൻ ചെയ്യണം എന്നും പറഞ്ഞിട്ട് റൂമിൽ വന്നിരുന്നുണ്ടെങ്കിൽ എന്നെ ആട്ടി വിടും. അതുകൊണ്ട് തന്നെ ഞായറാഴ്ചത്തേക്ക് ഞാൻ പണികളൊന്നും വെക്കാറില്ല. പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും വല്ല പുറത്ത് പോവാനോ അല്ലെങ്കിൽ മൂപ്പരെന്തേലും പണി ചെയ്യാനോ ഒക്കെ വിചാരിച്ചിട്ടുണ്ടാവും. അവരെന്തേലും പണിക്ക് നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നും എടുത്തേ എന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ കൂടെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ എൻ്റെ പണികൾ, ഞാൻ വിചാരിച്ചിട്ടുള്ള പണികളൊക്കെ ശനിയാഴ്ചത്തോടെ ഞാൻ കംപ്ലീറ്റ് ആക്കി ഒക്കെ സെറ്റാക്കി വെക്കാറുണ്ട്. ശനിയാഴ്ച എങ്ങോട്ടേലും പോകാനോ എന്തെങ്കിലും പർച്ചേസിങ്ങിന് പോകാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ വൈകുന്നേരങ്ങളിൽ മാത്രമേ പോകാറുള്ളൂ. കാരണം ഉച്ച വരെയുള്ള ടൈം എന്ന് പറയുന്നത് എനിക്ക് ഇതൊക്കെ ചെയ്ത് വെക്കാനുള്ളൊരു ടൈമാണ്. അപ്പോൾ വൈകുന്നേരം മാത്രമേ ഞാൻ അതിനായിട്ട് അങ്ങനെ പോകാറുള്ളൂ. പിന്നിപ്പോൾ വാർഡ്രോബിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ സെറ്റാണ്. അത് വല്ലാണ്ട് ഒന്നും അലങ്കോലപ്പെട്ട് കിടക്കുന്നൊന്നുമില്ല. കാരണം ഓരോ ദിവസവും നമ്മൾ അലക്കിയെടുക്കുന്ന സാധനങ്ങൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അയലിൽ നിന്നൊക്കെ എടുത്തിട്ട് അമ്മ കൊണ്ടുവന്ന് റൂമിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ തുണികളൊക്കെ ഞാൻ തന്നെയാണ് മടക്കി വയ്ക്കാറുള്ളത്. ഗിരിയേട്ടൻ്റെതൊക്കെ ഗിരിയേട്ടൻ തന്നെ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ കൂടുതൽ പണികൾ എടുക്കാനൊന്നുമില്ല. ഇനി ഒരു ദിവസം ഞാൻ വാർഡ്രോബിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ ബെഡിന് കവർ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ ചൂടായിരുന്ന സമയത്ത് ആ കവർ ഒഴിവാക്കിയതാണ്. അപ്പം ഇനി അത് പൊടി പിടിക്കണ്ടെന്ന് കരുതിയിട്ട് അച്ഛൻ അടിച്ച് തന്നതാണ് ഈ ഒരു ക്ലോത്ത് എന്ന് പറയുന്നത്. ഇത് അമ്മയുടെ പഴയ സാരിയാണ് തോന്നുന്നു, കോട്ടൻ്റെ സാരിയാണ്. അത് വെച്ചിട്ട് ഇവിടുത്തെ ഗിരിയേട്ടൻ്റെ അച്ഛൻ അടിച്ച് തന്നിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറത്ത് ആണ് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിക്കാറുള്ളത്. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി പുതിയതൊന്ന് വിരിച്ചിടണം. ഈ ഒരു ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത് കുറച്ച് പോളിസ്റ്റർ മിക്സ് വരുന്നതാണ്, പക്ക കോട്ടൺ അല്ല. അപ്പോൾ ചൂട് സമയത്ത് ഞങ്ങൾ വല്ലാണ്ട് ഈ ഒരു ക്ലോത്ത് യൂസ് ചെയ്യാറില്ല. കോട്ടൻ്റെ തന്നെയാണ് ചൂടുള്ള സമയങ്ങളിൽ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെ മഴ പെയ്യുന്ന സമയം അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് കാലാവസ്ഥ കുറച്ച് തണുപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ബെഡ്ഷീറ്റ് പുറത്തിറക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ഈ ബെഡ്ഷീറ്റാണ് ഞാൻ വിരിക്കുന്നത്. ഇതിൽ കിടക്കാനൊക്കെ സുഖമാണ്, പക്ഷേ ചൂടാവുന്ന സമയത്ത് ഇതിലൊട്ടും കിടക്കാൻ കഴിയില്ല. അല്ലാത്ത ടൈമിലൊക്കെ നല്ല സുഖമായിട്ട് നമുക്ക് കിടക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. പക്ഷേ നാളെ ഞായറാഴ്ച, നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചത്തെയാണ് കേട്ടോ. കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഒന്ന് മഞ്ചേരി പോകണം കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. മിക്കവാറും ലീവുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ പുറത്തൊക്കെ പോയി എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാറുണ്ട്. ഉച്ചയ്ക്കല്ല, വൈകിട്ട് എന്തെങ്കിലും ചായയും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോരാറുണ്ട്.
അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ റൂമിൻ്റെ അടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഹാളിൽ സോഫയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്നും പിടിച്ച് നീക്കാനൊന്നും അമ്മയ്ക്ക് കഴിയൂല. ഭയങ്കര വെയിറ്റുള്ള കാര്യമല്ലേ. അപ്പോൾ അതിങ്ങനെ പിടിച്ച് നീക്കാനും വലിക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് അത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അവിടെയാണ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ താഴെ മിക്കവാറും ഇങ്ങനെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ചൂലൊക്കെ അതിൻ്റെ താഴെ കൂടെ അടിക്കാൻ പറ്റുന്ന ഒരു ഉയരത്തിലായതുകൊണ്ട് തന്നെ വല്ലാണ്ടൊന്നും പൊടി ഉണ്ടാവാറില്ല. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ വീക്കിലും ഇതുപോലെ തന്നെ സോഫയും കാര്യങ്ങളൊക്കെ എടുത്ത് തട്ടിക്കൊട്ടി ക്ലീൻ ചെയ്തിട്ടാലാണ് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക. പിന്നെ അതുപോലെ ഇപ്പം എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിലും എൻ്റെ അമ്മേൻ്റെ ഒക്കെ ഒരു കൺസെപ്റ്റിൽ അനിയത്തിക്കാണ് ഭയങ്കര ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. അവളാണ് നല്ല നീറ്റായിട്ടെല്ലാം വെക്കാറുള്ളത്. അപ്പോൾ ഞാനും എൻ്റെതായിട്ടുള്ള രീതിയിൽ കുറച്ച് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അമ്മ എപ്പോഴും പറയാറുള്ളത് അവളാണ് ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കുന്ന ഒരാൾ, എല്ലാം അടുക്കിപ്പെറുക്കി വെക്കുന്ന ഒരാൾ അനിയത്തിയാണെന്നുള്ള രീതിയിലാണ് പറയാറുള്ളത്. അപ്പം ഞാൻ അതിനങ്ങനെ വല്ലാണ്ട് ചോദ്യം ചെയ്യാനൊന്നും പോവലില്ല. ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ പോവും, കാര്യങ്ങൾ ചെയ്യും, അങ്ങനെയൊക്കെയാണുള്ളത്. പിന്നെ ടീപ്പോയും കാര്യങ്ങളൊക്കെ തുടച്ചൊക്കെ വെച്ചിട്ടുള്ളതാണ് അമ്മ. എന്നാലും ഞാൻ അതിൻ്റെ താഴെ കൂടെയൊക്കെ പൊടിയൊക്കെ തട്ടി ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടുകയാണ്. പിന്നെ പൊടിയൊക്കെ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തായാലും തുടച്ചിടണമല്ലോ. തുടച്ചും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ. അത് എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്നുള്ളതൊന്നും അറിയില്ല. ഭയങ്കര ഒരു സുഖമാണ് അതിങ്ങനെ കാണുമ്പോൾ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിങ്ങനെ റൂമിൽ വീടിൻ്റെ ഉള്ളിലേക്കാണ്ട് കയറുമ്പോൾ തന്നെ ഒരു സമാധാനമായിരിക്കും.